Hello dear students, welcome to my maths class. So അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ NPP പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം ബൈ സിംപ്ലക്സ് മെത്തേഡ്. അപ്പോൾ സിംപ്ലക്സ് മെത്തേഡിൽ തന്നെ ബിഗ്ഗം മെത്തേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ബിഗ്ഗം മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Subject to the constraints 2x1 plus 3x2 greater than or equal to 8, 5x1 plus 2x2 greater than or equal to 12, x1, x2 greater than or equal to 0. So solve this LPP by simplex method. First we want to convert this constraints to equations. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഇനീക്വാളിറ്റി ആണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ആദ്യം അതിന് ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാളിറ്റി ആയതുകൊണ്ട് ഇതിന് ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് വി ഇൻട്രൊഡ്യൂസ് എ വേരിയബിൾ. ദാറ്റ് വേരിയബിൾ ഈസ് കോൾഡ് സർപ്ലസ് വേരിയബിൾസ്. നമ്പർ ഓഫ് സർപ്ലസ് വേരിയബിൾസ് ആർ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. ഇവിടെ നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. അപ്പോൾ രണ്ട് കൺസ്ട്രെയിൻസിന് അനുസരിച്ച് നമുക്ക് രണ്ട് സർപ്ലസ് വേരിയബിൾസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ അപ്പോൾ വി ചൂസ് ദീസ് ആസ് S3 ആൻഡ് S4. സോ S3 S4 രണ്ട് സർപ്ലസ് വേരിയബിൾസ് ആണ്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ സിംപ്ലക്സ് മെത്തേഡിൽ സർപ്ലസ് വേരിയബിൾസ് കൺസ്ട്രെയിൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തിട്ട് ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇക്വാളിറ്റി ആക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കത് പറ്റില്ല. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാളിറ്റി ആണ്. ഇവിടെ നിങ്ങൾ ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാളിറ്റി ആക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഈ സർപ്ലസ് വേരിയബിൾ കൊണ്ട് സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് വരുന്നു നോക്കാം. നമ്മുടെ കൺസ്ട്രെയിൻസ് എങ്ങനെ എഴുതാം നമുക്ക്. ദർഫോർ 2x1 plus 3x2 minus S3 equal to 8, and the second one is 5x1 plus 2x2 minus S4 equal to 12. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെ ഓൾജിബ്രിക് മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഏതെങ്കിലും രണ്ട് വേരിയബിൾസിനെ 0 ആയിട്ട് ചൂസ് ചെയ്യുക അല്ലേ. ഈസിയസ്റ്റ് കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രണ്ട് വേരിയബിൾസിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന രണ്ട് വേരിയബിൾസിന് വേണ്ടിയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ സിംപ്ലക്സ് മെത്തേഡിൽ ഞാൻ അതിൻ്റെ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ വീഡിയോ. അതിൽ ഞാൻ എങ്ങനെയാണ് ഇസഡിൻ്റെ വാല്യൂസ് നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. സോ അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ x1 x2 0 ആയിട്ട് ചൂസ് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് S3 ഈക്വൽ ടു -8 S4 ഈക്വൽ ടു -12 അല്ലേ. x1 ഏതെങ്കിലും രണ്ട് വേരിയബിൾസിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള വേരിയബിൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ അപ്പോൾ ഞാനിവിടെ 0 ആയിട്ട് അസ്യൂം ചെയ്തത് x1നെയും x2നെയാണ് 0 ആയിട്ട് അസ്യൂം ചെയ്തത്. x1 ഈക്വൽ ടു 0 ആൻഡ് x2 ഈക്വൽ ടു 0 അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് S3യുടെയും S4ൻ്റെയും വാല്യൂ കിട്ടിയത്. അപ്പോൾ 0 ആയിട്ട് അസ്യൂം ചെയ്യുന്ന വേരിയബിൾസിനെ നോൺ ബേസിക് വേരിയബിൾസ് എന്നും സോൾവ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെ ബേസിക് വേരിയബിൾസ് എന്നാണ് വിളിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ സിംപ്ലക്സ് ടേബിളിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബേസിക് വേരിയബിൾസ് ആയിട്ട് അവിടുത്തെ സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ ഈ ബേസിക് വേരിയബിൾസ് ആയിട്ട് സ്ലാക്ക് വേരിയബിൾ ഇവിടെ ഇപ്പോൾ സ്ലാക്ക് വേരിയബിൾ അല്ലല്ലോ. സോ നമുക്കിവിടെ നമ്മുടെ ബേസിക് വേരിയബിൾസ് ആയിട്ട് സർപ്ലസ് വേരിയബിളിനെ എടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ. ഇവിടെ നോക്കി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എന്താ വന്നിരിക്കുന്ന വാല്യൂ S3 ഈക്വൽ ടു -8 S4 ഈക്വൽ ടു -12 അങ്ങനെ വരാമോ? കാരണം ഇവിടെ നമുക്കറിയാം ഈ കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നതെല്ലാം ഈ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റിയാണ് വന്നിരിക്കുന്നത്. അതെപ്പോഴും പോസിറ്റീവ് വരുള്ളൂ. സോ അപ്പോൾ നമ്മുടെ LPP പ്രോബ്ലത്തിൽ കൺസ്ട്രെയിൻസ് വരുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരില്ല നമുക്കറിയാം. സോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ രണ്ട് വാല്യൂസ് പോസിബിൾ അല്ല, റൈറ്റ് സൈഡ് നെഗറ്റീവ് കിട്ടുന്ന രണ്ട് വാല്യൂസ് പോസിബിൾ അല്ല. സോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് സം ആർബിട്രറി വേരിയബിൾസ്. ഓക്കെ, വി ഇൻട്രൊഡ്യൂസ് സം ആർബിട്രറി വേരിയബിൾ. ഓക്കെ, ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ
the number of surplus variables. Okay. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ രണ്ട് സർപ്ലസ് വേരിയബിൾസ് S3 S4 ഉള്ളത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആയതുകൊണ്ട് എ വെച്ചിട്ടല്ല തുടങ്ങുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ A2 രണ്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്, ഈ രണ്ട് സർപ്ലസ് വേരിയബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ രണ്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ചൂസ് ചെയ്തു. ഇനി ഞാൻ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, നമ്മുടെ കൺസ്ട്രെയിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സർപ്ലസ് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ കൂടി ആഡ് ചെയ്യുക. ഇവിടെ പ്ലസ് E2. സോ ദ ഇക്വേഷൻ ബിക്കം 2x1 പ്ലസ് 3x2 മൈനസ് S3 പ്ലസ് A1 ഈക്വൽ ടു 8 ആൻഡ് 5x1 പ്ലസ് 2x2 മൈനസ് S4 പ്ലസ് A2 ഈക്വൽ ടു 12. ഓക്കെ. ഇനി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 വേരിയബിൾസും നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് ആണ് കൊടുക്കേണ്ടത്. സോ അപ്പോൾ ഫൈനലി വി ഹാവ് x1 x2 S3 S4 A1 A2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എഴുതുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടാവുമല്ലോ. ദെർഫോർ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബിക്കംസ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ത് വരും, മിനിമൈസ് z ഈക്വൽ ടു 3x1 പ്ലസ് 4x2. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സർപ്ലസ് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് 0 ആയിട്ട് എടുക്കുക. 0 S3 പ്ലസ് 0 S4. ഇനി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ക്യാപിറ്റൽ M ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബിഗ് എം മെത്തേഡ് എന്ന് വന്നിരിക്കുന്നത്. ക്യാപിറ്റൽ M A1 പ്ലസ് M ഇൻറ്റു A2. ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ദ കോഎഫിഷ്യൻ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് M ആയിട്ട്, ക്യാപിറ്റൽ M ആയിട്ട് ചൂസ് ചെയ്യുന്ന ബിഗ് എം ഞാൻ നെയിം ചെയ്യുന്നത്, വിച്ച് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഓക്കെ. സോ അപ്പോൾ ഈ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വളരെ ലാർജായിട്ടുള്ള ഒരു പോസിറ്റീവ് നമ്പറാണ്. അത് ഇൻഫിനിറ്റിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ലാർജ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നമ്പറാണ് ഇവിടെ നിങ്ങൾ എടുത്തിരിക്കുന്ന ക്യാപിറ്റൽ M എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് ഇവിടെ M ചൂസ് ചെയ്യുന്നു. സോ അപ്പോൾ ഈ ഒരു പാറ്റേൺ കൊണ്ടാണ് ഇതിന് നമ്മൾ ബിഗ് എം മെത്തേഡ് എന്ന് നെയിം ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്തു, നമ്മൾ ഈ നമ്മുടെ സിംപ്ലക്സ് ടേബിളിൽ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിംപ്ലക്സ് ടേബിൾസ് നിങ്ങൾ പഠിച്ചതെല്ലാം, നമ്മൾ കണ്ടതെല്ലാം മാക്സിമൈസേഷൻ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് മിനിമൈസേഷൻ പ്രോബ്ലമാണ്. സോ അപ്പോൾ മിനിമൈസേഷൻ പ്രോബ്ലത്തിനെ ഫസ്റ്റ് തന്നെ മാക്സിമൈസേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി മൾട്ടിപ്ലൈ ദ കോഎഫിഷ്യൻസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ മിനിമൈസേഷൻ പ്രോബ്ലം ബൈ -1 ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു എ മാക്സിമൈസേഷൻ പ്രോബ്ലം. സോ അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മിനിമൈസേഷൻ പ്രോബ്ലമാണ്. നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് വെച്ചിട്ടാണ് ഈ ബിഗ് എം മെത്തേഡ് സോൾവ് ചെയ്ത് പോകുന്നത്. പക്ഷേ സിംപ്ലക്സ് മെത്തേഡിൽ നിങ്ങൾ ചെയ്തതെല്ലാം മാക്സിമൈസേഷൻ പ്രോബ്ലംസ് ആണ്. സോ അപ്പോൾ ഈ തന്നിരിക്കുന്ന മിനിമൈസേഷൻ പ്രോബ്ലത്തിനെ മാക്സിമൈസേഷൻ പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് സിംപ്ലക്സ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ മിനിമൈസേഷനെ മാക്സിമൈസേഷൻ ആക്കാനായിട്ട് ഈ Z എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്ന കോഎഫിഷ്യൻസിനെ എല്ലാം ഒരു -1 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ -1 വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത് നമ്മുടെ പ്രോബ്ലം ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്ത് വന്നു, മാക്സിമൈസ് Z ഈക്വൽ ടു, ഇതിനെ -1 വെച്ചിട്ട് ത്രൂ ഔട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. സോ ഇറ്റ് ചേഞ്ചസ് ടു Z ഈക്വൽ ടു -3x1 -4x2. ഇവിടെ പ്ലസ് 0 തന്നെയല്ല, ഇതിനിപ്പോൾ മൈനസ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്താലും അതിൽ വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ അപ്പോൾ അത് പ്ലസ് 0 S3 പ്ലസ് 0 S4 ആൻഡ് ഹിയർ മൈനസ് M ഇൻറ്റു A1 മൈനസ് M ഇൻറ്റു A2. ഓക്കെ. സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരുന്നത്. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കൺസ്ട്രെയിൻസ് എന്താണെന്നുള്ളത്. സോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി സിംപ്ലക്സ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. സോ അപ്പോൾ നമുക്ക് സിംപ്ലക്സ് ടേബിളിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിംപ്ലക്സ് ടേബിൾ വരുന്നത്. B, C, V, XB, X1, X2, S3, S4, A1, A2. ഓക്കെ. ഇനി ഈ B എന്ന് പറയുന്ന ബേസിക് വേരിയബിൾസ് ആയിട്ട് നിങ്ങൾ ബിഗ് എം മെത്തേഡിൽ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് നിങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആണ്. അവിടെ നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് വന്നപ്പോൾ അവിടെ ബേസിക് വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്തത് അവിടുത്തെ സ്ലാക്ക് വേരിയബിൾസ് ആയിരുന്നു. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസിൽ നമ്മളെപ്പോഴും ഇവിടുത്തെ ബേസിക് വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെയാണത്. മാറിപ്പോകരുത്, ഒരിക്കലും സർപ്ലസ് വേരിയബിൾസിനെ അല്ല.
ഓക്കെ. സോ അപ്പോൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് വരുന്ന കേസിൽ സർപ്ലസ് വേരിയബിളും ആർട്ടിഫിഷ്യൽ വേരിയബിളും നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സർപ്ലസ് വേരിയബിൾസ് നമ്മുടെ ഇക്വേഷനിലൂടെ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇക്വേഷനോട് ആഡ് ചെയ്യുന്ന വേരിയബിൾസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസാണ്. സോ അപ്പോൾ ആഡ് ചെയ്യുന്ന വേരിയബിൾസ് വേണം നമ്മളിവിടെ ബേസിക് വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട്. സോ ഇൻ ദിസ് മെത്തേഡ് ദ ബേസിക് വേരിയബിൾസ് ആർ ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് A1 ആൻഡ് A2. ഓർത്ത് വെക്കുക കേട്ടോ, മാറിപ്പോകരുത്. ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് CB എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ദിസ് ബേസിക് വേരിയബിൾസ് ഇൻ ഇസഡിൽ വരുന്ന A1-ൻ്റെയും A2-ൻ്റെയും കോഎഫിഷ്യൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇസഡ് നമ്മൾ നോക്കുമ്പോൾ ഇസഡിൻ്റെ കോഎഫിഷ്യൻസ് നോക്കുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേണം കേട്ടോ ചൂസ് ചെയ്യാനായിട്ട്. മാക്സിമൈസേഷനിലോട്ട് നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്തില്ലേ, അതിലെ കോഎഫിഷ്യൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലാതെ മിനിമൈസേഷനിലെ അല്ല, ഓർത്തിരിക്കുക കേട്ടോ. സോ അപ്പോൾ A1-ൻ്റെ ഇസഡിൽ വരുന്ന കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -m. അതുപോലെ A2-ൻ്റെയും ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ദ കോഎഫിഷ്യൻ്റ് ഓഫ് A2 ഇൻ ഇസഡ് എന്ന് പറയുന്നത് -m തന്നെ വരുന്നത്. ഓക്കെ. ഇനി എന്ത് ചെയ്യുക, XB എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂസ് ഓഫ് ദ കൺസ്ട്രെയിൻസ്. ദേ ആർ 8 and 12. And the coefficients of x1, x2, s3, s4, a1, a2 in these two equations are x1-ൻ്റെ കോഎഫിഷ്യൻസ് എന്ത് വരുന്നു, ഫസ്റ്റ് ഇക്വേഷനിൽ 2ഉം സെക്കൻഡ് ഇക്വേഷനിൽ 5. അപ്പോൾ 2, 5. x2-ൻ്റെ കോഎഫിഷ്യൻസ് 3, 2. S3 is present in the first equation and which is absent in the second equation. So its coefficients are first equation വരുന്നത് -1 ആണ്, second equation 0, 1. And similarly S4 is absent in the first equation and present in the second equation. So അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ S4-ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 വന്നു, സെക്കൻഡ് ഇക്വേഷനിൽ -1 ആണ് വരുന്നത് കേട്ടോ. ഇനി ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് അതുപോലെ തന്നെയല്ലേ, ഫസ്റ്റ് ഇക്വേഷനിൽ പ്രസൻ്റ് ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ ആബ്സെൻ്റ് ആണ്. സോ അപ്പോൾ വരുന്നത് 1, 0. ഇനി A2 ഫസ്റ്റ് ഇക്വേഷനിൽ ഇല്ല, സെക്കൻഡ് ഇക്വേഷനിൽ പ്രസൻ്റ് ആണ്. സോ അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് 1 ആണ്. സോ അപ്പോൾ വരുന്നത് 0, 1. ക്ലിയർ. സോ അപ്പോൾ ഇവിടെ കിട്ടുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളംസ് ആണ് കേട്ടോ. CJ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്, -m into അല്ലേ, take the dot product of CB, take the dot product of CB and x1. So അപ്പോൾ എന്ത് വന്നു, -m into 2, that is -m into 2 is -2m, -m into 2 that is -2m plus -m into 5 that is -5, that is -7m. So here -7m. ഇനി ഇവിടെയോ -m into 3 that is -3m plus -m into 2 -2m that is -5m. This is -5m. And here -m into -1 that is +m. And here -m into 0. അപ്പോൾ അത് 0 ആയിപ്പോയി. സോ ഇപ്പോൾ വരുന്നത് +m. ഇവിടെ -m into 0, 0. -m into -1 +m. And here -m into 1 -1 -m. Okay, -m into 1 -m. And here -m into 0, 0. So this is -m. And here -m into 0, 0. -m into 1 -m. Clear. And next row 4, Zj. Zj is the coefficient of variables in maximization of Z. So അപ്പോൾ ഇതെന്തൊക്കെ വരും, x1-ൻ്റെ കോഎഫിഷ്യൻ്റ് -3, x2-ൻ്റെ കോഎഫിഷ്യൻ്റ് -4, and the coefficients of S3 and S4 are zeros, and the coefficients of A1 and A2 are -m. Next we -Zj. അങ്ങനെ വന്നു -7m minus of -3, that is -7m plus 3, that is 3 -7m. And here -5m minus -4, അതായത് -5m plus 4 എന്ന് പറയുന്നത് അല്ലേ, -5m plus 4 അല്ലെങ്കിൽ 5 minus 5m, 4 minus 5m എന്നായിരുന്നു. ഇവിടെ -0m, ഇവിടെ -0m, ഇവിടെ -m, ഇവിടെ വരുന്നത് -m minus -m, അതായത് -m plus 0 ആയിരിക്കും. ആൻഡ് ഇവിടെ അതുപോലെ തന്നെയാണ്, സോ ഇതും 0 ആയിരിക്കും. ഇനി
ഇവിടെ കിട്ടിയിരിക്കുന്ന സി ജെ മൈനസ് ഇസഡ് ജെയുടെ വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ ഇറ്ററേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. ഏതെങ്കിലും നെഗറ്റീവ് വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ ദ ഇറ്ററേഷൻ പ്രോസസ്സ്. സോ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് നമുക്ക് വന്നിട്ടുണ്ടല്ലേ, അത് കണ്ടോ, ഇവിടെ നോക്കി -7mm ഇവിടെ വന്നിരിക്കുന്ന -5mm ആണ്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ചൂസ് ദ മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് എം, ക്യാപിറ്റൽ എം. ഓക്കെ, ക്യാപിറ്റൽ എമ്മിൻ്റെ മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യണം. ക്യാപിറ്റൽ എമ്മിൻ്റെ മോസ്റ്റ് നെഗറ്റീവായിട്ടുള്ള വാല്യൂ ഏതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ -7m, ഇവിടെയാണെങ്കിൽ -5m ആണ് വരുന്നത്. സോ അപ്പോൾ മോസ്റ്റ് നെഗറ്റീവായിട്ട് വരുന്നത് ഏതാണ്? ഇതല്ലേ. സോ അപ്പോൾ 3 - 7 ഈ ഒരു കോളത്തിന് കറസ്പോണ്ടിങ് ഈ ഒരു വാല്യൂവിന് ഇതാണ് നമ്മുടെ മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ എം വരുന്നത്. ഒന്ന് -7m ഒന്ന് -5m ആണ് വരുന്നത്. സോ അപ്പോൾ അതിൽ മോസ്റ്റ് നെഗറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും മിനിമം വരുന്നത് -7m ആണ്. സോ അപ്പോൾ ചൂസ് the column corresponding to this value. So this is the entering column. This is the key column, or x1 is the entering variable. ഇതാണ് ഇവിടുത്തെ key column അല്ലെങ്കിൽ x1 ഇവിടുത്തെ entering variable എന്ന് പറയാം. Next we want to find which one is the leaving variable. For this we find the ratio. Finding ratio, we knew that it's xb divided by x1. Okay, so അപ്പോൾ എങ്ങനെ വന്നു? അത് xb is 8, that is 8/2, 4, and here 12/5, that 12/5 is the minimum value. So choose the row corresponding to this value. So ഈ റോയിലാണ് നമ്മുടെ ലീവിങ് വേരിയബിൾ വരുന്നത്. ഈ റോ എന്ന് പറയുന്നത് A2 എന്ന് പറയുന്ന വാല്യൂവിന് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ്. സോ ഫ്രം ഹിയർ നമുക്ക് ഇവിടെ നിന്ന് പറയാം A2 ഈസ് ദ ലീവിങ് വേരിയബിൾ. A2 ആണ് ഇവിടുത്തെ ലീവിങ് വേരിയബിൾ. ഇവിടെ എൻ്റർ ചെയ്യാൻ പോകുന്ന വേരിയബിൾ x1 ആണ്. സോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇറ്ററേഷനിലോട്ട് പോകാം. എലമെൻറ്റ് കാണണമല്ലോ. കീ എലമെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ലീവിങ് റോയ്ക്കും എൻട്രിങ് കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എൻട്രിയാണ്, കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെൻറ്റാണ് ഇവിടുത്തെ കീ എലമെൻറ്റ്. സോ ഹിയർ 5 ഈസ് ദ കീ എലമെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ബേസിക് വേരിയബിളായിട്ട് വരുന്നത് A1 ആണ് അല്ലേ. സോ അപ്പോൾ A1 ഇവിടെ എടുക്കാം. ഇനി സെക്കൻഡ് ബേസിക് വേരിയബിൾസ് ആയിട്ട് ഇനി A2 ഇല്ല. A2 ലീവ് ചെയ്ത് അതിന് പകരം എൻ്റർ ചെയ്യുന്നത് x1 ആണ്. സോ അപ്പോൾ ഇവിടെ ഞാൻ x1 എഴുതി. ഇനി അതിൻ്റെ കോഎഫിഷ്യൻസ് വേണം. നമുക്കറിയാം A1ൻ്റെ കോഎഫിഷ്യൻറ്റിൻ z എന്ന് പറയുന്ന -m, x1ൻ്റെ കോഎഫിഷ്യൻറ്റിൻ z എന്ന് പറയുന്നത് -3യുമാണ്. സോ ഹിയർ ദിസ് ഈസ് -m -3. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ A2 നമ്മുടെ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിൽ നിന്നും വരുന്ന ലീവിങ് വേരിയബിളാണ്. സോ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് നെക്സ്റ്റ് ഇറ്ററേഷൻ ടേബിളിൽ നമുക്കിനി ആ കോളം വേണ്ട. ഓക്കെ, സോ അപ്പോൾ A2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം അവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. നമ്മുടെ നെക്സ്റ്റ് ഇറ്ററേഷൻ ടേബിളിലോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഞാനിനി A2 ആഡ് ചെയ്യുന്നില്ല. A2 എന്ന് പറയുന്ന വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിനി ഒരു കോളം വേണ്ട. ഇനി അടുത്തെന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടുത്തെ കീ എലമെൻറ്റ് 5 ആണ്. ആ കീ എലമെൻറ്റിന് നമുക്ക് 1 ആകുന്നതിന് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് അതിന് വേണ്ടിയിട്ട് വി ഡിവൈഡ് ദ സെക്കൻഡ് റോ ബൈ 5 അല്ലേ. സെക്കൻഡ് റോയിനെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദ ഓപ്പറേഷൻ ഈസ് R2 ചേഞ്ചസ് ടു R2/5. എന്ത് വരും കേട്ടോ? ത്രൂ ഔട്ട് ഈ റോയിനെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ ഇത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രം XB ഓൺവേർഡ്സ്. സോ ഇപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന വാല്യൂ 12 അല്ലേ. അപ്പോൾ 12/5 അടുത്ത 5/5 1 വന്നു. നെക്സ്റ്റ് വരുന്ന 2 ആണ്. 2/5 ആൻഡ് ഹിയർ 0 ആണ്. അപ്പോൾ 0/5 ഈസ് 0 ആൻഡ് ഹിയർ -1 ആണ്. -1/5. ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന 0. നമുക്ക് A1 വരെ മതി. A2ൻ്റെ കോളം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി അതിന് മുകളിൽ വന്നിരിക്കുന്ന കീ എലമെൻറ്റ് തൊട്ട് മുകളിൽ വന്നിരിക്കുന്ന 2 ആണല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആ 2നെ 0 ആക്കണം. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു റോ അതേപടി ഇങ്ങോട്ടേക്ക് എഴുതി വയ്ക്കുകയാണ്. സോ അപ്പോൾ 8 2 3 -1 0 1. നമ്മുടെ കീ എലമെൻറ്റ് നമ്മൾ 5നെ നമ്മളിവിടെ 1 ആക്കിയതാണ്. കീ എലമെൻറ്റ് 5 ആയിരുന്നു. അതിനെ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 1 ആക്കിയായിരുന്നു. ത്രൂ ഔട്ട് സെക്കൻഡ് റോയിനെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കി. ഇനി ചെയ്യുന്നത് അതിന് തൊട്ട് മുകളിൽ വന്നിരിക്കുന്ന 2 ആണ്. ആ 2നെ നമുക്ക് 0 ആക്കണം. 2നെ 0 ആക്കാനായിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്?
സെക്കൻഡ് റോയിനെ -2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക, അത് ഫസ്റ്റ് റോ ആയിട്ട് ആഡ് ചെയ്യുക. സോ ദ ഓപ്പറേഷൻ ഈസ് സെക്കൻഡ് റോ ചേഞ്ചസ് ടു സെക്കൻഡ് റോ അല്ല ഫസ്റ്റ് റോ ചേഞ്ചസ് ടു ഫസ്റ്റ് റോ -2 ഇൻറ്റു സെക്കൻഡ് റോ, ഫസ്റ്റ് റോ -2 ഇൻറ്റു സെക്കൻഡ് റോ. സെക്കൻഡ് റോയിനെ -2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക, അത് ഫസ്റ്റ് റോ ആയിട്ട് ആഡ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് വാല്യൂസ് എങ്ങനെ വരും നോക്കാം കേട്ടോ. 12/5 ഇൻറ്റു -2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത് അത് ഫസ്റ്റ് റോ ആയിട്ട് ആഡ് ചെയ്യുക, +8 ദറ്റ് ഈസ് അങ്ങനെ വരുന്ന -24/5 +8. എൽസി കൊടുക്കാം കേട്ടോ. എൽസി കൊടുക്കുമ്പോൾ വി ഗെറ്റ് -24 + 8 × 5 40/5 ദറ്റ് ഈസ് 16/5 ആണ്. ഓക്കെ, സോ അപ്പോൾ ദിസ് ഈസ് 16/5. നമുക്കത് ഇങ്ങടേക്ക് എഴുതാം, 16/5. ഇനി അടുത്തത് ഇവിടെ വരുന്ന 1 ആണ്. 1നെ -2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ ഇത് -2 വന്നു, ദെൻ -2 + 2 ഇറ്റ്സ് 0. അടുത്തത് ഇവിടെ വരുന്ന 2/5 ആണ്. സോ അപ്പോൾ മൾട്ടിപ്ലൈ 2/5 ബൈ -2. 2/5നെ -2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്തു. എൻ്റെ തൊട്ട് മുകളിൽ വന്നിരിക്കുന്നത് 3 ആണ്, 3 ആയിട്ട് ആഡ് ചെയ്യും. ദറ്റ് ഈസ് ഇത് വരുന്നത് -4/5 + 3. ടേക്ക് ദ LCM. ദിസ് ഇസ് -4 + 15/5 ദറ്റ് ഈസ് 11/5. സോ ഇപ്പോൾ ഇവിടെ വരുന്നത് 11/5. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ 0 × -2 0 വന്നു, പ്ലസ് -1 ചെയ്യുക. ദറ്റ് ഈസ് 0 + -1, അതായത് 0 - 1 = -1. ഇനി അടുത്ത് വരുന്നത് -1/5 ആണ്. -1/5നെ -2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ -1/5 × -2 = +2/5. So this is +2/5. For the last column, 0 × -2 is 0, +1 = 2. Okay, and next we are going to find Cj. What is Cj? -m × 0, 0, plus -3 × 1, that is -3. And here -m × 11/5 -3 × 2/5, that is -11/5m -3 × 2/5 is equal to -11/5m -6/5 -11/5m -6/5. And here -m × -1, that is +m, plus -3 × 0, 0, so +m + 0, that is m. And the next one is -m × -m × 2/5, that is -2/5 × m -2/5m plus -3 × -1/5, that is +3/5. So this is -2/5m plus 3/5. And finally this is -m × 1, that is -m plus -3 × 0 is 0. Okay, so ഇങ്ങനെ വരുന്നത്. The next one is Zj. You know that Zj is our -3 -4 0 0 -m -7. It is -3 -4 0 0 -7. Now find Cj minus Zj. -3 -3 minus -3, that is -3 plus 3 = 0. -11/5m -6/5 -4, that is -11/5m. What else you would got? That is -6/5 plus 4 millimeter. That is -11/5m. The LCD document minus the LCD. So -6 plus 5 × 4, 20/5. It is -11/5m plus 14/5. So this is 14/5 minus 11/5m. Clear? So another m minus 0, that is m. And here -2/5m plus 3/5 minus 0, it is 3/5 minus 2/5m. ഞാൻ തിരിച്ചു എഴുതിയതാണ് ഇത്.
സെയിം തന്നെയാണ് താഴെ എടുത്ത് എഴുതിയിരിക്കുന്നത്. അത് ഓർഡർ തിരിച്ചു. 3/5 ആദ്യം എഴുതി, സെക്കൻഡ് -2/5 എന്ന് എഴുതി. ക്ലിയർ. ഇവിടെ വരുന്നത് -m ഇറ്റ് ഈസ് -m + m വന്നത് 0 ആയിരിക്കും കേട്ടോ. ഇവിടെ 0 ആണ്. ഇനി എന്താ നോക്കുന്നത്? ഇറ്ററേഷൻ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണോ, അതായത് Cj - Zjയുടെ ഓൾ വാല്യൂസ് ആർ പോസിറ്റീവ് ആണോ? അല്ലല്ലോ, ഇവിടെ നെഗറ്റീവ് വാല്യൂസ് വന്നിട്ടില്ലേ. സോ അപ്പോൾ ഇറ്ററേഷൻ പ്രോസസ്സ് ഇനിയും റിപ്പീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടേക്ക് ദ മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ എമ്മിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള വാല്യൂ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എമ്മിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ ചൂസ് ചെയ്യുക. ഈ ഒരു കോളാണ് ഇവിടുത്തെ കീ കോളം എന്ന് പറയുന്നത്. ഓർ x2 ഈസ് ദ എൻട്രിങ് വേരിയബിൾ. x2 ആണ് ഇവിടുത്തെ എൻട്രിങ് വേരിയബിളായിട്ട് വരുന്നത് കേട്ടോ. സോ അപ്പോൾ നമുക്കിനി ലീവിങ് വേരിയബിൾ ഫൈൻഡ് ചെയ്യണം. ഫോർ ദിസ് വി ടേക്ക് ദ റേഷ്യോ ദിസ് ആസ് xb ഡിവൈഡഡ് ബൈ ദ കീ കോളം x2. സോ വാട്ട് ഈസ് ദാറ്റ്? 16/5 divided by 11/5. That is 16/11. And here 12/5 by 2/5. That is 12/2 or 6. ഞാൻ ഇവിടുത്തെ മിനിമം വാല്യൂ ചൂസ് ചെയ്യണം. മിനിമം വാല്യൂ എത്രയാണ് വരുന്നത്? 16/11 അല്ല ഇവിടുത്തെ മിനിമം വാല്യൂ വരുന്നത്. സോ അപ്പോൾ അടുത്ത നിങ്ങൾ ചെയ്യുന്നത് ഈ മിനിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ നോക്കാം. A1 ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ. ആ വേരിയബിൾ ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്നു. ആ വേരിയബിൾ ലീവ് ചെയ്തിട്ട് x2 എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ എൻറ്റർ ചെയ്യണം കേട്ടോ. സോ അപ്പോൾ നമുക്ക് അടുത്ത ഇറ്ററേഷൻ ടേബിളിൽ A1 ക്യാൻസൽഡ് ആയിപ്പോയി, അതിന് പകരം x2 എൻറ്റർ ചെയ്തു. ഇനി ഇവിടുത്തെ കീ എലമെൻറ്റ് ഏതാ വരുന്നത്? നമ്മുടെ ലീവിങ് റോയും കീ കോളം തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വാല്യൂ 11/5 ആണ്. സോ അപ്പോൾ 11/5 ആണ് അടുത്ത കീ എലമെൻറ്റ്. സോ അപ്പോൾ നമ്മുടെ അടുത്ത സിംപ്ലക്സ് ടേബിൾ നോക്കിയെങ്കിൽ ഇവിടെ നിന്ന് ലീവിങ് ആയിട്ടുള്ള വേരിയബിൾ A1 ആണ്. സോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഇറ്ററേഷൻ ടേബിളിലോട്ട് A1 എന്ന് പറയുന്ന വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ വേണ്ട. A1 എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. സോ അപ്പോൾ A1 എന്ന് പറയുന്ന വേരിയബിൾ ഇവിടുത്തെ ലീവിങ് വേരിയബിളാണ്. ഈ വേരിയബിൾ ഇവിടെ നിന്ന് ഔട്ടായിപ്പോയി. ഇനി നമുക്കതിവിടെ ആവശ്യമില്ല. സോ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളം ഞാനിവിടെ ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത ഇറ്ററേഷൻ ടേബിൾ നോക്കാം. സോ അപ്പോൾ അടുത്ത ഇറ്ററേഷൻ ടേബിളിൽ A1 എന്ന് പറയുന്ന വേരിയബിളിന് പകരം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് x2 ആണ്. സോ അപ്പോൾ x2 ആൻഡ് സെക്കൻഡ് ബേസിക് വേരിയബിൾ ഇസ് x1. ഇതിൻ്റെ കോഎഫിഷ്യൻസ് നോക്കണം. കോഎഫിഷ്യൻസും z എന്ത് വന്നു? x2ൻ്റെ കോഎഫിഷ്യൻ്റ് -4 ആൻഡ് x1ൻ്റെ കോഎഫിഷ്യൻ്റ് -3. സോ അപ്പോൾ -4 -3. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് റോയിലാണ് കീ എലമെൻറ്റ് വന്നിരിക്കുന്നത്. ആ കീ എലമെൻറ്റിന് നമുക്ക് 1 ആക്കാനായിട്ട് ഇവിടെ എന്ത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം? 11/5 അല്ലേ വന്നിരിക്കുന്നത്. 1 ആക്കാനായിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അതായത് 5/11 വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 11/5 × 5/11 എന്ന് പറയുന്നത് 1 ആയിപ്പോയി. സോ അപ്പോൾ ത്രൂ ഔട്ട് ഈ റോയെ 5/11 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യാം. സോ അപ്പോൾ എന്ത് വന്നത്? ആദ്യം 16/5 ആണ് വന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. 16/5 × 5/11. 5 ക്യാൻസൽ ആയിട്ട് നമുക്ക് വരുന്നത് 16/11. ഇവിടെ എഴുതാം 16/11. അടുത്ത് വരുന്ന 0 ആണ്. അപ്പോൾ 0 × 5/7 എന്ന് പറയുമ്പോൾ 0 തന്നെ ആയിരിക്കും. 5/11. അടുത്ത് വരുന്നത് 11/5 × 5/11. ഇത് ക്യാൻസലാക്കി നമുക്ക് 1 കിട്ടി. ഇതിന് വേണ്ടിയിട്ടാണ് 1 ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അടുത്തത് -1 × 5/11. ദാറ്റ് ഈസ് -5/11. And here 2/5 × 5/11. It is 2/11. So അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 2/11. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? അതിന് താഴെ വന്നിരിക്കുന്ന എലമെൻറ്റ് 2/5 ആണ്. നമുക്കതിനെ 0 ആക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ടേബിളിൽ എഴുതാം. സോ അപ്പോൾ നമ്മുടെ കീ എലമെൻറ്റ് 11/5നെ നമ്മൾ ഇവിടെയാണ് 1 ആക്കിയത് അല്ലേ. 11/5നെ 1 ആക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് താഴെ വരുന്ന എലമെൻറ്റ് 2/5 ആണ്. അതിൽ നമുക്ക് 0 ആക്കണം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാണ്? ഈ ഫസ്റ്റ് റോയിനെ -2/5 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അത് സെക്കൻഡ് റോയായിട്ട് ആഡ് ചെയ്യുക. സോ ദ ഓപ്പറേഷൻ ഈസ് R2 ചേഞ്ചസ് ടു R2 - 2/5 × R1. ഫസ്റ്റ് റോയെ -2/5 വെച്ച് മൾട്ടിപ്പിൾ ചെയ്തു. അത് സെക്കൻഡ് റോയായിട്ട് ആഡ് ചെയ്യുക. നമുക്ക് നോക്കാം വാല്യൂസ് എങ്ങനെ വരുന്നത്. XB തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 16/11 12/5 ആണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് റോയെ ആദ്യം -2/5 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക.
എന്നിട്ട് സെക്കൻഡ് റോ ആയിട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ വന്നിരിക്കുന്ന എലമെൻറ്റ് 16/11 ആണ്. സോ അപ്പോൾ എന്ത് വന്നു 16/11 ഇൻറ്റു -2/5 പ്ലസ് 12/5 ഇത് ചെയ്യുമ്പോൾ എന്ത് വന്നു 3/11. പിന്നെ ഇവിടെ നോക്കാം, ഇവിടെ 0യും 1 വന്നിരിക്കുന്നത്. അപ്പോൾ 0 ഇൻറ്റു -2/5 is 0 plus 1, so this is 1, and here 1 into -2/5, that is -2/5 plus 2/5 is 0, and here -5/11 into 2/5, that is -5/11 into -2/5 plus 0, this is 2/11, and finally 2/11 into -2/5 plus -1/5, that is this becomes -2 into -2 is -4/11 into 5 -1/5 plus 3/11. Next we are going to find Cj. So Cj is what? -4 into 0, 0, plus -3 into 1, that is -3, and here -4 into 1, that is -4, plus 3 -3 into 0, 0, -4, and here -4 into -5/11, -4 into -5/11 plus -3 into 2/11 plus -3 into 2/11. The solve ചെയ്യുമ്പോൾ we get 20/11 minus 6/11, that is 14/11. So this is 14/11, and -4 into 2/11 plus -3 into -3/11 plus -3 into -3/11. So this becomes -8/11, -3 into -3 become plus 9/11, that is 1/11. So this is 1/11. Now find Cj. We knew that Cj values are -3, -4, 0, 0, -3, -4, 0, 0. Now find Cj minus Zj, that is -3 minus of -3. -3 minus of -3 is -3 plus 3 is equal to 0. So 0, and here also -4 minus of -4, that is -4 plus 4 equal to 0. Here 14/11, and here 1/11. Here the all values of Cj minus Zj's are positive. So here these values are optimal. So from this table we choose the column corresponding to the basic variables and the column corresponding to the xb values. Now we equate these two values, we get x1 equal to 20/11 and x2 equal to 16/11. x1 20/11 and x2 16/11, and the objective function z is 3x1 plus 4x2. Objective function is 3x1 plus 4x2. So put these values here, we get 3 into 20/11 plus 4 into 16/11, that is 60/11 plus 64/11, that is 124/11 is the minimum value of this objective function. So അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ ലാസ്റ്റ് ഇറ്ററേഷൻ ടേബിളിൽ എത്തിയപ്പോൾ, അതായത് Cj മൈനസ് Zjയുടെ വാല്യൂസ് എല്ലാം പോസിറ്റീവ് കിട്ടുന്ന ടേബിളാണല്ലോ ലാസ്റ്റ് ഇറ്ററേഷൻ ടേബിൾ. ആ ലാസ്റ്റ് ഇറ്ററേഷൻ ടേബിളിൽ എത്തിയപ്പോൾ നമ്മുടെ ബേസിക് വേരിയബിൾസ് ആയിട്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇറ്ററേഷൻ ടേബിൾ എത്തുമ്പോഴേക്കും അതിൽ ബേസിക് വേരിയബിൾസ് ആയിട്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഒന്നും തന്നെ വരാൻ പാടില്ല. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വരുന്നത് കേട്ടോ. സോ അപ്പോൾ ബിഗ് മെത്തേഡിൻ്റെ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ബിഗ് മെത്തേഡിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.